Good morning, students. Lecture for Commerce കിളിമാനൂർ മറ്റൊരു എപ്പിസോഡിലേക്ക് ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ തരം തിരിക്കുക എന്നാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ ബിസിനസ് പ്രവർത്തനങ്ങളെ തരം തിരിക്കുകയാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഒരു പേപ്പർ, പേന കൃത്യമായി കരുതുക. നോക്കൂ, നമ്മൾ ബിസിനസിന്റെ സ്ട്രക്ചറിനെ പ്രധാനമായിട്ടും മൂന്നായി തരംതിരിക്കും. ഇത് നോക്കൂ. നമ്പർ 1, ഓൺ ദ ബേസിസ് ഓഫ് സൈസ് എന്ന് വെച്ചാൽ ബിസിനസിന്റെ വലിപ്പത്തിന് അനുസരിച്ച്. 2, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥതയെ അടിസ്ഥാനപ്പെടുത്തി. 3, ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് പറയാം, ദ സ്ട്രക്ചർ ഓഫ് ബിസിനസ് ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് സൈസ്, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥത, ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ, ചെയ്യുന്ന കർത്തവ്യം, ധർമ്മം, അതിനനുസരിച്ച്. അപ്പൊ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് സൈസ്, ബിസിനസ് ഈസ് ക്ലാസിഫൈഡ് ആസ് സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. ചെറുകിട വ്യാപാരം, വൻകിട വ്യാപാരം. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ പൊതുമേഖല, പ്രൈവറ്റ് സെക്ടർ എന്ന് വെച്ചാൽ സ്വകാര്യ മേഖല, ജോയിന്റ് സെക്ടർ എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടെ ചേർന്നുള്ള കൂട്ട്. അങ്ങനെയാണ് ജോയിന്റ് സെക്ടർ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ എന്ന് പറയാം. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ, ഇൻഡസ്ട്രി, കോമേഴ്സ്. പഠിച്ചു വെച്ചോളണം. ബിസിനസിനെ ഫംഗ്ഷന് വെച്ചിട്ട് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി മീൻസ് വ്യവസായം. കോമേഴ്സ് എന്ന് വെച്ചാൽ വാണിജ്യം. വ്യവസായം, വാണിജ്യം. ഓക്കെ, അപ്പൊ ഇതൊന്നും ഞാൻ റിവൈൻഡ് ചെയ്യാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ദ സ്ട്രക്ചർ ഓഫ് ബിസിനസ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, ബിസിനസ് ഈസ് സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷൻ, ഇൻഡസ്ട്രി, കൊമേഴ്സ്. നോക്കാം. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഏതൊക്കെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്ത് വേറൊന്നുമില്ല, ഞാൻ എന്തെന്ന് അതിന്റെ കാര്യങ്ങൾ മാത്രം അങ്ങ് പറയുള്ളൂ. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ വീണ്ടും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, നമ്പർ 1, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ജോയിന്റ് സെക്ടർ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് സെക്ടർ, ദെൻ അതിനകത്ത് ഗവൺമെന്റ് കമ്പനീസ്, ഗവൺമെന്റ് കമ്പനീസ്. ഓക്കെ, പബ്ലിക് സെക്ടറിൽ ഏതൊക്കെ വരിക? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്സിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരം, പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത വ്യാപാരം, HUF ഇന്നില്ല ഈ സംഭവം. അതായത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്നാണ്. ഇന്ന് ആ സംവിധാനം ഇന്ന് നിലവിലില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് സമ്പ്രദായമാണ് ഹിന്ദു ഫാമിലീസ് എല്ലാം കൂടെ കൂട്ടുകുടുംബ വ്യാപാരം അല്ലെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതാണ് HUF അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ്. അന്ന് എല്ലാവരും ചേർന്ന് ഒരു കുടുംബമായിട്ട്, ഒറ്റ കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അവരെല്ലാം കൂടെ ചേർന്ന്, ആ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന്, ആണുങ്ങളായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന വ്യാപാരം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്നാണ് പറയുക. ഡീറ്റെയിലിംഗിലേക്ക് പോകാം. അടുത്ത ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, റിലയൻസ് ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ വരുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ് പറയുന്നില്ലേ, അതിനകത്ത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ദെൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി, കോർപ്പറേറ്റീവ് അല്ല, കോ ഓപ്പറേറ്റീവ്.
കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ സഹകരണം എന്നാണ്. സഹകരണ സംഘങ്ങൾ. അപ്പം ഏതൊക്കെയാ വരിക? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതാണ് അതിന്റെ ചാർട്ട്. ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന് ചാർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് ഞാൻ. സ്ട്രക്ചർ ഓഫ് ബിസിനസ് ഓൺ ദ ബേസ് ഓഫ് സൈസ്, on the base of ownership, on the base of function. On the base of size, small scale, large scale. On the base of ownership, public sector, private sector, joint sector. Public sector, departmental undertakings, public corporations, government companies. Private, sole proprietorship, partnership, HUF, joint stock company, cooperative societies. എന്നിട്ട് നമ്മൾ അതിന്റെ ആദ്യത്തെ കാര്യം അങ്ങോട്ട് പറയാൻ പോവുകയാണ്. എന്താണ് സ്മോൾ സ്കെയിൽ? നമ്മൾ പേര് പറയുന്നത് പോലെയാണ്. സ്മോൾ എന്ന് വെച്ചാൽ എന്താ? ചെറുതെന്നല്ലേ? അപ്പം സ്മോൾ സ്കെയിൽ ബിസിനസ് യൂണിറ്റ്സ് ഓപ്പറേറ്റ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ. സ്മോൾ സ്കെയിൽ ബിസിനസ് യൂണിറ്റ്സ് ഓപ്പറേറ്റ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ. ചെറിയ തരത്തിൽ അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ചെറിയ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് സ്മോൾ ക്യാപിറ്റൽ റിക്വയേഴ്സ്. സ്മോൾ ക്യാപിറ്റൽ, കുറച്ച് മൂലധനം മതിയാകും. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ എണ്ണം എന്ന് പറയുന്നതും ലിമിറ്റഡ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. സ്മോൾ സ്കെയിൽ ബിസിനസ് ഓപ്പറേറ്റ്സ് ഓൺ സ്മോൾ സ്കെയിൽ. It requires small capital and limited number of employees. അപ്പോൾ കുറച്ച് മൂലധനത്തിലും കുറച്ചെണ്ണം തൊഴിലാളികളും വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മൾ പറയുന്നത് സ്മോൾ സ്കെയിൽ ബിസിനസ് എന്ന് പറയും. നമ്മുടെ ചുറ്റും കാണുന്ന ഗ്രോസറി ഷോപ്സ് എന്ന് വെച്ചാൽ പ്രൊവിഷൻ കടകൾ, നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ഗ്രോസറി ഷോപ്സ്, റെസ്റ്റോറന്റുകൾ, നമ്മൾ കണ്ടില്ലേ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേഷനറി കടകൾ, ഗ്രോസറി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം അതിന് ഉദാഹരണമാണ്. അപ്പോ ഈ സ്മോൾ സ്കെയിൽ ബിസിനസ് അറിയാവുന്ന ഒരു കുട്ടിക്ക് ലാർജ് സ്കെയിലിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്മോൾ സ്കെയിൽ ബിസിനസ് ഓപ്പറേറ്റ്സ് ഓൺ സ്മോൾ സ്കെയിൽ. അപ്പൊ ലാർജ് സ്കെയിൽ ബിസിനസ് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ ഓർ സെയിൽ ഓൺ എ ലാർജ് സ്കെയിൽ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപാദനം, സെയിൽ എന്ന് വെച്ചാൽ വിപണനം. പ്രൊഡക്ഷനും സെയിലും ലാർജ് സ്കെയിലാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ സ്മോൾ സ്കെയിലിന്റെ കാര്യം പറഞ്ഞപ്പോ എംപ്ലോയീസിന്റെ എണ്ണം ലിമിറ്റഡ് ആണ്, മൂലധനം കുറച്ച് മതി. പക്ഷെ ലാർജ് സ്കെയിലാണെങ്കിലോ ദേ എംപ്ലോയ് ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ആൻഡ് നീഡ് ലാർജ് ക്യാപിറ്റൽ. ദേ എംപ്ലോയ്സ് ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും, ഒപ്പം ക്യാപിറ്റലും കൂടും, മൂലധനം കൂടുതലായിരിക്കും. അപ്പോൾ ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷനും സെയിലും ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ വലിയ അളവിൽ നടക്കുന്ന വ്യാപാരം. അവിടെ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ മൂലധനത്തിന്റെ അളവ് കൂടുതൽ വേണം, ഒപ്പം എംപ്ലോയീസിന്റെ അളവും കൂടുതൽ ആയിരിക്കും. നോക്കൂ, എക്സാമ്പിൾ iron and steel industries, automobile industries, ഇതെല്ലാം ലാർജ് സ്കെയിൽ ബിസിനസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. സ്മോൾ സ്കെയിൽ എന്ന് വെച്ചാൽ ഓപ്പറേറ്റ്സ് ഓൺ എ സ്മോൾ സ്കെയിൽ ഓർ സ്മോൾ ബേസിസ്. ഇറ്റ് റിക്വയർസ് സ്മോൾ ക്യാപിറ്റൽ or it requires small capital and limited number of workers. റെസ്റ്റോറന്റ്, സ്റ്റേഷനറി ഷോപ്സ് എല്ലാം എക്സാമ്പിൾ ആണ്. ലാർജ് സ്കെയിൽ ബിസിനസ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷനും സെയിലും ഒക്കെ തന്നെ ലാർജ് സ്കെയിലിൽ നടക്കുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും ഉയർന്ന മൂലധനം വേണം, തൊഴിലാളികളുടെ എണ്ണവും കൂടുതലായിരിക്കും. എക്സാമ്പിൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ ഇതിന് എക്സാമ്പിൾ ആണ്. അടുത്ത കാര്യം പറയാമല്ലോ. അടുത്തത്, അപ്പൊ അത് കഴിഞ്ഞു. ഓൺ ദ ബേസ് ഓഫ് സൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥതയെ അടിസ്ഥാനപ്പെടുത്തി ആദ്യം പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ.
ആദ്യം എന്താ പറയുക? പബ്ലിക് സെക്ടർ. എന്താണ് പബ്ലിക് സെക്ടർ? നോക്കിക്കോളാം. എ ബിസിനസ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. ഓൺഡ് ബൈ ദ ഗവൺമെന്റ് പഠിച്ചു വെച്ചോളാം. അത് സ്റ്റേറ്റ് ആകാം, സെൻട്രൽ ആകാം. ഓക്കെ, എ ബിസിനസ് ഈസ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. ഓൺഡ് എന്ന് വെച്ചാൽ ഉടമസ്ഥത എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസിനെ പറയുന്ന പേരാണ് പബ്ലിക് സെക്ടർ ബിസിനസ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാകാം, സെൻട്രൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാകാം, ഓർ ബൈ ഇറ്റ്സ് ഏജൻസീസ്. ഓർ ബൈ ഇറ്റ്സ് ഏജൻസീസ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഏജൻസികളാകാം അതിന്റെ ഉടമസ്ഥർ. അങ്ങനെയുള്ള ബിസിനസ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്ന് പറയും. പറഞ്ഞ മനസ്സിലായ? ഈ പബ്ലിക് സെക്ടറിൽ ഏതൊക്കെയാ വരിക? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ്. അപ്പൊ എന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്ന് പറഞ്ഞാൽ? ഓൺഡ് ബൈ ദ ഗവൺമെന്റ്, ദാറ്റ് ഈസ് സെൻട്രൽ ഓർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓർ ഇറ്റ്സ് ഏജൻസീസ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആർ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഏതൊക്കെയാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? അതിനകത്ത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ഉണ്ട്, പബ്ലിക് കോർപ്പറേഷൻസ് ഉണ്ട്, ഗവൺമെന്റ് കമ്പനീസ് ഉണ്ട്. ആദ്യത്തെ കേസ് അങ്ങോട്ട് പറയാട്ടാ. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്ന് വെച്ചാൽ? ഡയറക്ട്ലി മാനേജ്ഡ് ബൈ ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. എങ്ങനെയാ? ഡയറക്ട്ലി മീൻസ് നേരിട്ട്, മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ നിയന്ത്രിക്കുന്നത്. ഡയറക്ട്ലി മാനേജ്ഡ് ബൈ ദ ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. Directly managed by the different departments of the government is called as departmental undertakings. അപ്പൊ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്ന് വെച്ചാൽ? ഡയറക്ട്ലി മാനേജ്ഡ് ബൈ ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. അതിനെ പറഞ്ഞ പേരെന്താ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. ഏതിന് എക്സാമ്പിൾ ആണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന് എക്സാമ്പിൾ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്തെന്ന് ഞാൻ പറഞ്ഞു. ഡയറക്ട്ലി മാനേജ്ഡ് ബൈ ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ്. മനസ്സിലായോ? അടുത്തത് പബ്ലിക് കോർപ്പറേഷൻസ്. എന്താണ് പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ? എസ്റ്റാബ്ലിഷ്ഡ് ബൈ. എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്പെഷ്യൽ ആക്ട്. സ്പെഷ്യൽ ആക്ട് എന്ന് വെച്ചാൽ പ്രത്യേകമായ നിയമം. എവിടെ? ഇൻ ദ പാർലമെന്റ്. പാർലമെന്റിലോ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലോ പാർലമെന്റിലോ സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് പബ്ലിക് കോർപ്പറേഷൻസ്. ഇപ്പൊ എന്താണ് പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ? പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട് ഇൻ ദ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമസഭകളിലോ അതുപോലെ തന്നെ പാർലമെന്റിലോ പ്രത്യേകമായ നിയമം പാസാക്കിക്കൊണ്ട് ഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണ് പബ്ലിക് കോർപ്പറേഷൻസ്. മനസ്സിലായ? അതിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. പബ്ലിക് കോർപ്പറേഷൻസിന് എക്സാമ്പിൾ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI. അതുപോലെ തന്നെ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്, പബ്ലിക് കോർപ്പറേഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ? പബ്ലിക് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആക്ട് പാർലമെന്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ പാസ്സാക്കിക്കൊണ്ട് ഫോം ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ. അതിന് എക്സാമ്പിൾ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ്. അടുത്തത് ഗവൺമെന്റ് കമ്പനീസ്. ഗവൺമെന്റ് കമ്പനീസ് എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ ഷെയർ ഓഫ് ദ കമ്പനി. മെജോറിറ്റി ഷെയർ എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ സിംഹഭാഗം ഓഹരികളും അല്ലെങ്കിൽ സിംഹഭാഗം ഓഹരികളും ഹെൽഡ് ബൈ ദ ഗവൺമെന്റ്. ആരായിരിക്കും കൈവശം വെക്കുക? ഹെൽഡ് ബൈ ദ ഗവൺമെന്റ്. മെജോറിറ്റി ഓഫ് ദ ഷെയർസ് ഈസ് ഹെൽഡ് ബൈ ദ ഗവൺമെന്റ് ഈസ് കോൾഡ് ആസ് ഗവൺമെന്റ് കമ്പനീസ്. അതിന് നമ്മൾ പറയുന്ന പേരെന്താ? ഗവൺമെന്റ് കമ്പനികൾ എന്ന് പറയും. എക്സാമ്പിൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്
ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് HMT, ഇതെല്ലാം ഗവൺമെന്റ് കമ്പനീസ് ആണ്. ഇനി നമ്മൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് കമ്പനി എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കമ്പനിയുടെ ഓഹരികളുടെ സിംഹഭാഗവും കൈവശം വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് ആണ്, സർക്കാർ എന്ന് വെച്ചാൽ പൊതുജനം, പബ്ലിക്. അങ്ങനെ വരുന്ന സംവിധാനത്തിൽ പറയുന്നവരാണ് ഗവൺമെന്റ് കമ്പനീസ്. എക്സാമ്പിൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, HMT, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്. പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ അതായത് പാർലമെന്റിലോ സ്പെഷ്യൽ ആക്ട് പാസാക്കി ഫോം ചെയ്യുന്നത്, സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ പറയുന്നവർ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം. പഠിച്ചു വെച്ചോളും. പോസ്റ്റ് ഓഫീസ്, പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് എന്തിന് എക്സാമ്പിളാ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ എന്താ? റെയിൽവേ ഡിപ്പാർട്ട്മെന്റ്. പബ്ലിക് കോർപ്പറേഷന് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LIC. ഗവൺമെന്റ് കമ്പനീസിന് BHEL, BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, HMT. ഓക്കെ, അപ്പം ഒന്ന് പറയാണ്. സ്ട്രക്ചർ ഓഫ് ദ ബിസിനസ് ഒന്ന് ഓൺ ദ ബേസ് ഓഫ് സൈസ്, സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. ബേസ് ഓഫ് ഓണർഷിപ്പ്, പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിന്റ് സെക്ടർ. അടുത്ത ബേസ് ഓഫ് ഫംഗ്ഷൻ, ഇൻഡസ്ട്രി, കോമേഴ്സ്. അതിൽ സ്മോൾ സ്കെയിൽ പറഞ്ഞു, ലാർജ് സ്കെയിൽ പറഞ്ഞു. അതിൽ പബ്ലിക് സെക്ടർ പറഞ്ഞു ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിൽ, ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്സ് പറഞ്ഞു, പബ്ലിക് കോർപ്പറേഷൻ പറഞ്ഞു, ഗവൺമെന്റ് കമ്പനീസ് പറയുന്നു. അടുത്ത സ്വാഭാവികമായിട്ടും അടുത്ത പറഞ്ഞ എന്താ? പ്രൈവറ്റ് സെക്ടർ യൂണിറ്റ്സ്. ഇനി നമ്മൾ ഈ പ്രൈവറ്റ് സെക്ടറും ജോയിന്റ് സെക്ടറും ഇൻഡസ്ട്രി, കോമേഴ്സ് അടുത്ത ഒരു എപ്പിസോഡിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ലക്ഷ്യ ഫോർ കോമേഴ്സിന്റെ നമസ്കാരം.